ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ പേര് സിജി ബിജു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആണ്. അപ്പം പലരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിൽക്കുകയായിരിക്കാം. 50+ ഒക്കെ ഉള്ളവർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. ഇപ്പം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് റേഞ്ചിൽ വരുന്നവരാണ്? ഒരു 35-45 റേഞ്ചിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് പ്രൊവിഷണൽ കീ അനുസരിച്ചിട്ട് കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നത്. പലരും എന്ത് നോക്കിയിട്ട് പോലുമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രൊവിഷണൽ കീ വെച്ച് ചെക്ക് പോലും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് വന്നിട്ടില്ല. പിന്നെ നമ്മൾ മലയാളികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട്, എത്രയൊക്കെ നമ്മൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ വന്നാലും അനുഭവങ്ങളിൽ കൂടിയിട്ട് പഠിക്കത്തില്ല. ആരൊക്കെ ഏതൊക്കെ എഡ്യൂക്കേറ്റേഴ്സ് എവിടൊക്കെ കിടന്നു പറഞ്ഞാലും ഇതൊന്നും ഞങ്ങളെയല്ല പറയുന്നത് എന്ന് ബാധകമുള്ള 90% ആൾക്കാരാണ് എക്സാം എഴുതുന്നത്. പറഞ്ഞാൽ കേൾക്കുന്ന ആകെപ്പാടെ 10% മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നലത്തെ ചോദ്യ പേപ്പറിനകത്തും അതേ സംഭവങ്ങളാണ് സംഭവിച്ചത്. അതായത് പലരും പറഞ്ഞിട്ട് ചെറുകഥകൾ പോലെ, അല്ലെങ്കിൽ പാരഗ്രാഫ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ കുറെ ഡയലോഗ്സ് ഒക്കെ പിള്ളേരത് കണ്ടു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾക്ക് നമ്മളുടെ ടൈം അവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ കട്ട് ഓഫ് കടക്കുക എന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ പ്രിലിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മെയിൻസ് പരീക്ഷയ്ക്കകത്ത് എങ്ങനെയും അതായത് വലിയ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും ചെറിയ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും ഒരു മാർക്കേ എന്നിട്ടുള്ള യാഥാർത്ഥ്യം പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ മറന്നു പോകും എന്നതൊരു നഗ്ന സത്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് മുമ്പ് നമുക്ക് അതുപോലെയൊക്കെയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തു നോക്കണം. ഇതുവരെ തന്നെ ഏകദേശം 35ഓളം എക്സാംസ് ഡിഗ്രി ലെവൽസിന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഇതേപോലെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിഗ്രി പ്രിലിംസും ഇതുവരെ അത്ര സിമ്പിൾ ആയിട്ടൊന്നും ചോദ്യം ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റേജ് എങ്ങാനും പിന്നെ ബൈ ചാൻസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇതുവരെയുള്ള കട്ട് ഓഫ് ഒരിക്കലും എന്ത് കടന്നിട്ടില്ല, 50+ കടന്നിട്ടില്ല. പക്ഷെ ഇന്നലത്തെ ചോദ്യങ്ങൾ നമ്മൾക്ക് പറ്റാത്തതാണെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള മാനസിക അവസ്ഥ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഇല്ല എന്നതിന്റെ വീണ്ടും പച്ചയായ തെളിവാണ് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് നമുക്ക് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവിടെ ഇവിടെയും കേട്ടിരിക്കുന്ന ഫാക്ട്സ് വെച്ചിട്ടുള്ളതും അതിൻ്റെ അങ്ങ് ഡീപ്പ് ലെവലിലേക്കും ആയതുകൊണ്ടാണ് ഉദ്യോഗാർത്ഥി ആ ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയിരിക്കുന്നത്. കൊണ്ട് ഇപ്പുറത്തേക്ക് വരുന്ന ഇംഗ്ലീഷൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആയിരുന്നു. അപ്പം ആ ഒരു മേഖലയിൽ നിന്ന് ഒരു പ്രതീക്ഷിച്ചത്ര ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു ട്രാപ്പ് ഇവിടെ പ്രതീക്ഷിച്ചില്ല. സാധാരണ എന്തെങ്കിലും നമുക്ക് ഇച്ചിരി ടൈറ്റ് ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടില്ലാത്തതാണെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള മാനസികാവസ്ഥ. ഇന്നലത്തെ GK ലെവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പഠിച്ചിരിക്കുന്നതും സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഏകദേശം 40-42ഓളം മാർക്കിന് വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അതേസമയം നിങ്ങൾ കേൾക്കാത്ത രീതിയിലുള്ള ചോദ്യവും ഇച്ചിരി ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങിയൊക്കെ ചോദിച്ച് കഴിഞ്ഞുമായിരുന്നെങ്കിൽ നമ്മൾ ആ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് സിമ്പിൾ ചോദ്യങ്ങളിലേക്ക് പോയി മാർക്ക് കണ്ടുപിടിക്കാനുള്ള രീതിയിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നലത്തെ ക്വസ്റ്റിനകത്ത് ആ ഒരു ട്രാപ്പും പിന്നെ നമ്മുടെ മഴയുടെ ഇത് ഉള്ളതുകൊണ്ടും പിന്നെന്താണ് എക്സാം ഹാളിൽ ക്ലോക്ക് ഇല്ലാത്തത് മൂലവും പല ടീച്ചർമാരും ഇതൊന്നും പറയാത്തത് മൂലവും അതെല്ലാം ഒരു കുട്ടീൻ്റെ പെർഫോമൻസിനെ സാരമായിട്ട് ബാധിച്ച ഒരു എക്സാം ആയിരുന്നു ഇന്നലത്തെ എന്ന് പറഞ്ഞത്. എല്ലാവരും പറയുന്നത് പോലെ ഈ 50 മാർക്ക് കൂടുതൽ മാത്രമേ പഠിച്ചു തുടങ്ങാവൂ, അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ളവർ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നിങ്ങൾക്ക് ഇനി ഇത് എന്താണ് ഹോപ്പ് തരുവാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നമുക്ക് വരാൻ പോകുന്ന എക്സാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. സാധാരണ ഒരു ഡിഗ്രി ലെവൽ മെയിൻസിന് പഠിക്കുന്നത് പോലെ പഠിച്ചുകൊണ്ടിരുന്ന റിസൾട്ട് വന്നതിന് ശേഷം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ചതിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇതിനകത്ത് 100 മാർക്കിന് ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് PSC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഈ രീതിയിലുള്ള സിലബസ് തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേരള അഡ്മിനിസ്ട്രേഷൻ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ കേരള ഗവർണൻസ് പോലെയൊക്കെയുള്ള സംഭവങ്ങൾക്കകത്ത് 10 മാർക്ക് മാത്രമായിരുന്നു അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് പോലെ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ സിലബസ് വന്നതിന് ശേഷം നിങ്ങൾ തയ്യാറെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളെ തന്നെ വീണ്ടും ചതിക്കുകയാണെന്ന് ഇത്. അപ്പം അക്കോർഡിംഗ് ടു മീ
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓൾമോസ്റ്റ് ഒരു 90% സ്റ്റുഡൻസിനും ആ രീതിയിലാണ് ഇന്നലെ പെർഫോം ചെയ്യാൻ പറ്റിയത്. കാരണം ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ പരീക്ഷാ ഹോൾ വെച്ച് നമുക്ക് ആ കണ്ടന്റ് എല്ലാം അവിടെ ഇവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഡയറക്റ്റ്ലി ആൻസറിലേക്ക് ആ ഒരു ടൈമിൽ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മുടെ ടൈം അവിടെ പോകുന്നു എന്ന ബോധം നമുക്കവിടെ ഇല്ലാതെ പോയതും വലിയൊരു പ്രശ്നമാണ്. കാരണം അവിടെ നമുക്ക് അറിയുന്നില്ലല്ലോ ടൈം എങ്ങനെ പോകുന്നു. ഒരു ക്വസ്റ്റിനകത്തോട് നമ്മൾ ഇരിക്കുന്ന സമയത്തേക്ക് അറിയത്തില്ല. അതവിടെ സംഭവിച്ചു. അതാണ് ഓൾമോസ്റ്റ് 90% സ്റ്റുഡൻസിനും സംഭവിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അതോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നന്നായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇതൊക്കെ പിന്നെ PSC ഒരു കളിയാണെന്ന് മനസ്സിലാക്കിയ ഒരു 10% ഉണ്ട്. അവർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർക്ക് അത്യാവശ്യം 60+ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ സാധിക്കും. അത്രയും അധികം അവർക്ക് പ്രാക്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷാ ഹാളിൽ മാത്രം പോയി പരീക്ഷ എഴുതുന്ന ചില ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ അവരാണ് ഒരു 80 മുതൽ 90% വരെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നത് ആരെ സംബന്ധിച്ചിട്ടും വലിയ ഈ ചോദ്യ പേപ്പറുകളൊക്കെ തയ്യാറാക്കി കുത്തിയിരുന്ന് മെനക്കെട്ടൊന്നും പഠിക്കാനൊന്നും ഒരു ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ച് താല്പര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ സിമ്പിൾ ഒക്കെയാണ് വരുന്നത്. സാധാരണ എല്ലാവർക്കും മലയാളത്തിനകത്തും ഇംഗ്ലീഷിനകത്തും ഒക്കെ മാർക്ക് എല്ലാ പ്രാവശ്യവും ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചോദ്യപേപ്പർ. പക്ഷേ ഇപ്രാവശ്യത്തെ ആ ഒരു ചോദ്യപേപ്പറിനകത്ത് മലയാളവും നല്ല രീതിയിൽ ടൈറ്റ് ആയിരുന്നു. അപ്പൊ ഏകദേശം എത്രയോ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ പോലും 5 മുതൽ ഒരു 6 മാർക്ക് വരെ മാക്സിമം പറ്റത്തുള്ളൂ. ഈ പറയുന്ന ആരും എന്തു പറയുന്നില്ല, ആ ഉദ്യോഗാർത്ഥി സിമ്പിളായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കുറേയധികം മൈനസിന്റെ പെരുമഴ ഇതിനകത്ത് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞതും ഇതാണ്. ഈസി ആയിട്ട് നമുക്ക് ഒരു 50-52 മാർക്ക് ഈവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് പറ്റിയെങ്കിലും അവരിൽ നിന്ന് നല്ലൊരു ശതമാനം എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ മൈനസ് മാർക്ക് അടിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി എത്തിച്ചു കാണും. പരീക്ഷാ ഹാളിലെ മാനസികാവസ്ഥ വെളിയിലിരുന്ന് പറയുന്നത് പോലെയല്ല. എല്ലാവർക്കും അകത്തിരുന്ന് വെളിയിലിരുന്ന് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അകത്തിരുന്ന ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥ അത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനോ അപ്പുറമാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്താണ് കാണിച്ചു കൂട്ടിയെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 40+ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. അതായത് ഒത്തിരി മൈനസ് ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവാം. കാര്യം സിമ്പിൾ ആയിരുന്നു ചോദ്യം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഹിസ്റ്ററി ആയാലും പിന്നെ ജോഗ്രഫി കേട്ടിട്ടില്ലെന്ന് പറയുന്നത് NCERT നോക്കാത്തത് കൊണ്ടാണ്. ഈ കാലാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കണം. ആ ഒരു കാലാവസ്ഥയ്ക്കകത്തു തന്നെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഈ പറയുന്ന ജോഗ്രഫിയുടെ എല്ലാ ചോദ്യങ്ങളും വന്നിരിക്കുന്നത് NCERT +1 +2 നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇനിയിപ്പോൾ അത് കുത്തിയിരുന്നൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റേജ് ഉള്ളവരൊന്നും നോക്കാൻ വേണ്ടി പോവണ്ട. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള മാനസികാവസ്ഥ സ്കിപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആകെപ്പാടെ 26 ചോദ്യങ്ങൾ, ബാക്കി 25 ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആ 25ഉം 10-30 പിന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ ചേർത്തൊരു 30 മാർക്ക് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50+ മാർക്ക് വാങ്ങിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ആ ഒരു ടൈമിൽ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ അറിയാവുന്ന സിമ്പിൾ പോലെ നമുക്ക് തോന്നിക്കുകയും ചെയ്യും. നമ്മുടെ മാർക്ക്, അതായത് ഒന്ന് വായിച്ചു വരുമ്പോഴത്തേക്ക് അടുത്തത് മറന്നു പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസുമായിരുന്നു അവിടെ വന്നിരിക്കുന്നത്. അതും വലിയൊരു ആ ഒരു പുതിയ പാറ്റേൺ ആണ്. ആ ഒരു ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാവുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളെ ബാധിച്ചു കാണുമെന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തൊക്കെ ആയാലും ഒരു 35+ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും പേപ്പർ 1 എങ്കിലും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. കാര്യം നമ്മളുടെ പരീക്ഷ പറയുന്നത് ഒരു അടുത്ത ഒക്ടോബറിന് മുമ്പ്, അതായത് 2025 ഒക്ടോബറിന് മുമ്പ് പരീക്ഷ നടക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുമ്പ് പേപ്പർ 1 എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഈവൻ ബൈ ചാൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിളിക്കാനുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ ഇത്രയും നാളും പഠിച്ചെടുത്ത ആ ഒരു സംഭവങ്ങൾ എന്ത് പോകത്തില്ല, നിങ്ങളുടെ ടച്ച് വിട്ടു പോകത്തില്ല. നിങ്ങൾ പരീക്ഷയുടെ ടച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പാടാണ്. ഒരു ബിഗിനേഴ്സിനേക്കാളും പാടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പഠിച്ചിട്ട് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നൊക്കെയുള്ള തോന്നലുകൾ നമ്മൾക്ക് ഉണ്ടാവും. പക്ഷെ ആ തോന്നലുകളൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് അത്രയും മിസ്റ്റേക്കുകൾ വരും. അപ്പം നമ്മൾ ഇതൊന്നും എടുക്കാതെ ഇത്രയൊക്കെ ചെയ്തിട്ട്
തൊട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മളുടെ തന്നെ പല പല ആ, പിഴവുകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഓരോ പ്രാവശ്യത്തെ അനുഭവത്തിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ച് വീണ്ടും വീണ്ടും തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ ആവർത്തിക്കാതെ തെറ്റുകളിൽ നിന്ന് നമ്മൾ അനുഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനെയൊക്കെ മേക്ക് ഓവർ ചെയ്ത് എന്ന രീതിയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത് ഓരോ പ്രാവശ്യവും പരീക്ഷാ ഹാളിൽ നിന്ന് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ മാനസികാവസ്ഥ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. അതെല്ലാം അത്യാവശ്യം ഒരു 70 മാർക്കൊക്കെ ചെയ്യും. മൊത്തം കൂടെ നമ്മൾ അടിക്കാൻ പോകുമ്പോഴാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ മണ്ടയിലൊക്കെ കയറിയിട്ട് പരാക്രമം കാണിക്കുന്നത്. അതൊക്കെ ബോധ്യം വേണം. നമ്മൾ പ്രിലിംസ് പരീക്ഷയാണോ മെയിൻസ് പരീക്ഷയാണോ എഴുതുന്നത് എന്നൊക്കെയുള്ളൊരു ബോധ്യം വരണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പറ്റിയത് പറ്റി, ഇനി ആയാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇനിയും 40+ ഒക്കെ ഉള്ളൊരു കൃത്യമായിട്ട് പേപ്പർ 2 കൂടെ പഠിച്ചു തുടങ്ങണം. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ജൂൺ മാസം 28-ാം തീയതി നടക്കാൻ പോകുന്ന സ്റ്റേജ് 2 ഉള്ളവരും അത് മാത്രം കൊണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കരുത്. കാരണം റിസൾട്ട് പെട്ടെന്നായിരിക്കും വരുന്നത്. വന്നതിന് ശേഷം നിങ്ങൾ പഠിക്കാമെന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരിയും ടൈം പോകും. അതായത് ഇനി സ്റ്റേജ് 2 ഉള്ളവർ ഇതിനെ കണക്റ്റഡ് പോയിന്റ്സ് ഇരുന്ന് പഠിച്ചിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും കൃത്യമായിട്ട് പഠിക്കുക. കൂടാതെ എന്തും ചെയ്യുക, അത്യാവശ്യം 10, 20, 25 മാർക്ക് കൂടി നിങ്ങൾ ജി കെക്കകത്ത് കിടന്ന് കുത്തിക്കിടന്ന് പഠിച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. അവിടെ ആ ഒരു പാറ്റേണിൽ മാത്രം ഒരു 25 ചോദ്യം സിമ്പിൾ ആയിരിക്കും. ആ 25 ചോദ്യം പെറുക്കി പെറുക്കി എടുക്കാൻ നിങ്ങൾ ആദ്യം പഠിക്കണം. അല്ലാതെ എല്ലാ ചോദ്യത്തിനകത്തോട്ടും കയറി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിലിംസ് എക്സാം പാസ്സാവുമെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? അതായത് പല കഴിവുള്ളവരും ഈ പ്രിലിംസ് എക്സാമിന് മുമ്പിലാണ് ഇപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതിന്റെ അറിവില്ലായ്മ എന്തുകൊണ്ടാണ്? ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും അവിടെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് അതിനുശേഷം കിട്ടുന്ന സമയം കൊണ്ടിട്ട് വേണം ഈ പറയുന്ന GK എക്സാം. എത്ര പറഞ്ഞാലും നമ്മൾ പരീക്ഷയുടെ തലേന്ന് വരെയും ഞാൻ നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിനോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞു വിട്ടത്. അതിനകത്ത് കുറച്ച് പേരൊക്കെ അങ്ങനെ ചെയ്തു കാണും. മനസ്സിലായോ? അല്ലാതെ എല്ലാവരും ആ ഒരു നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു പോയാലും ഒരു ഇതുണ്ടല്ലോ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മറന്നു പോകും. നമ്മളല്ലാതെ ആവുന്നു. നമ്മുടെ ഒറിജിനാലിറ്റി കാണപ്പെടുന്ന എവിടെയാണ്? എക്സാം ഹാളിനകത്ത്. നമ്മളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമാണ് അറിയുന്നത്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നിട്ടുള്ള കാര്യം അല്ലേ? അപ്പൊ അതുകൊണ്ടൊക്കെ വരുന്ന ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതും. പിന്നീട് ഇരുന്ന് എനിക്ക് കിട്ടുമോ എല്ലാവരുടെയും കട്ട് ഓഫ് മാർക്കും അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു നോക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ലൈഫ് ഇങ്ങനെ പോകുന്നതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇനി എക്സാം ഉള്ളവരും ഈ GKയുടെ പുറകെ കടന്നു പോവാതെ എന്ത് ചെയ്യുക, പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും പഠിച്ച് ബാലൻസ് ആയിട്ടുള്ള പേപ്പർ 1 ആ ഒരു രീതിയിൽ എന്തായാലും നിങ്ങളൊരു 50-55 മാർക്ക് നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായി? ബാക്കി ഓരോന്ന് കിട്ടുവാണെങ്കിൽ അവരവരുടെ ലക്കെന്ന് മാത്രമേ വിചാരിച്ചാൽ മതി. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവരുത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് പേപ്പർ 1-നകത്ത് ഹിസ്റ്ററിക്കകത്ത് 7 മാർക്കാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന സെയിം സംഭവം തന്നെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മെയിൻസ് പരീക്ഷക്കകത്ത് വരുന്നത്. ജോഗ്രഫിക്കകത്ത് 7 മാർക്ക്, എക്കണോമിക്സിന് 7, ലൈഫ് സയൻസ്. ഇപ്പൊ ഇവിടെ നമുക്ക് സയൻസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പ്രാവശ്യം സയൻസ് ആൻഡ് ടെക്നോളജി പറഞ്ഞിട്ട് സയൻസിന്റെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതൊക്കെ അങ്ങ് പൊക്കോട്ടെ. ബാലൻസിനകത്ത് നമ്മൾ പല ചോദ്യങ്ങളും പല ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു മിസ്റ്റേക്ക് ആയി പോയി. അപ്പൊ ഇവിടെ നമുക്ക് 21 മാർക്കുണ്ട് സയൻസ്, അതായത് സയൻസിന്. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? അതായത് നിങ്ങൾക്ക് 35-നും 45-നും ഇടയിലൊക്കെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ സയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ കൂടാതെ ആർട്സ്, സ്പോർട്സ്, കമ്പ്യൂട്ടറിനൊക്കെ ഇവിടെ 6 മാർക്കുണ്ട്. ആർട്സ് സ്പോർട്സിനോട് ചേർന്ന് 11 മാർക്കുണ്ട്. ഇംഗ്ലീഷ് മലയാളം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പേപ്പർ 1 അങ്ങ് കവർ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് സംശയമുള്ളവർ, അതായത് 35-നും ഒരു 45-നും ഒക്കെ ഇടയിലുള്ള സംശയമുള്ളവരാണെങ്കിൽ മാത്രം അക്കോർഡിംഗ് ടു മീ 40+ ഒക്കെ ഉള്ളവർ ധൈര്യപൂർവ്വം പഠിച്ചോളാൻ എന്നിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞത്. എൻ്റെ തലയിൽ ആരും കയറാൻ വരരുത്. കാര്യം ഓരോരുത്തരുടെ റെസ്പോൺസ് വെച്ചിട്ടാണ്. കിട്ടും എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അതിനോടിപ്പുറം ആ ഒരു പരീക്ഷയിൽ ഒത്തിരി മൈനസ് മാർക്ക് ഉണ്ടാക്കി കാണാം പിള്ളേർ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ ഇതിനകത്തുള്ള സെക്കൻഡ് പേപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് 100 മാർക്കിൻ്റെത് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന 20 മാർക്സിന് വരുന്നുണ്ട്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 2 വരുന്നുണ്ട്, 20 മാർക്കിനാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു 120 മാർക്കിനൊക്കെ ഉള്ള കാര്യങ്ങൾ അത്യാവശ്യം നോർമലി ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട്.
ഈ പറയുന്ന പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്ത് പോകണം. ഇനി എക്കണോമിക്സിന് പകരം കേരള എക്കണോമിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കൂടാതെ ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സിന് 7 മാർക്കാണ്, കേരള എക്കണോമിക്ക് 15 മാർക്കും, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, അതായത് നമുക്ക് ഈ 10ാമത്തെ പഞ്ചവത്സര പദ്ധതിക്കകത്താണല്ലോ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മൊഡ്യൂൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. 15 മാർക്സിനാണ് വരുന്നത്. പിന്നെ ക്ലൈമറ്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഈ ഗവേണൻസും എല്ലാം കൂടെ ചേർത്ത് ഒരു 30 മാർക്കിനാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം അഡീഷണലി തന്നെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്. അപ്പൊ നിങ്ങൾ ഒട്ടും പറ്റാത്തവർ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് 100 മാർക്കിനുള്ളത് പഠിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനോടെ ചേർത്തിട്ട് 120 മാർക്കിനുള്ള കാര്യങ്ങൾ പഠിച്ച് പോകുക. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ബാലൻസ് ആയിട്ടുള്ള കീ ടോപ്പിക്സ് ആയിട്ടുള്ള പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും, കേരള എക്കണോമി, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും പഠിച്ചു നോക്കുക. ഈ ഗവേണൻസ് പൊതുവെ എല്ലാവർക്കും വേണ്ടതാണ്. അതും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. കാര്യം ഇനി 10th ലെവൽസിന്റെ VFA, ബെപ്കോ, LDC ഒക്കെ വരാൻ പോകുന്നുണ്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവത്തുള്ളൂ, ശരിക്കും ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക്. അപ്പൊ ഇനി നമുക്ക് ഓൺലൈനായിട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. 100 ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ്. അപ്പൊ ഇത്രയും കാലം നമ്മൾ സ്റ്റഡി പ്ലാൻ ഒന്നും ലൈവ് ക്ലാസ്സിന് കൊടുക്കാറില്ലായിരുന്നു. ഇപ്പൊ പുതുതായിട്ട് നാളെ മുതൽ തുടങ്ങുന്ന ബാച്ചിന് സെക്രട്ടറി റെസിഡന്റിൽ സ്റ്റഡി പ്ലാനോട് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ നമ്മൾ സാധാരണമായിട്ട് സ്വന്തമായിട്ടൊരു പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കത്തില്ല. അപ്പൊ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി PDF അതുപോലെ തന്നെ ലൈവ് സെഷൻ അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് കൂടെ ആഡ് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ 185 മാർക്കിന്റെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 3 മണിക്കൂറോളം സ്വന്തമായിട്ട് ഉദ്യോഗാർത്ഥിക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പരീക്ഷകളും അതുപോലെ തന്നെ ഇതിലൂടെ തന്നെ CAയും പിന്നെ വേണ്ടതായിട്ടുള്ള PYക്കും പിന്നെ ഇതുവരെ PSC ചോദിച്ചിരിക്കുന്ന ഡിഗ്രി ലെവൽസിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാ ദിവസവും ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പിന്നെ NCERT ബേസ്ഡ് ആയിട്ട് NCERTയുടെ ജോഗ്രഫിയുടേതായാലും എക്കണോമിക്സ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒക്കെ NCERT ഓറിയന്റ് ചെയ്ത് വേണം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഇത് നല്ല ടൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്നതിന്റെ ഉള്ള റീസൺ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇന്നലെ ചോദിച്ചിരിക്കുന്ന ജോഗ്രഫിയൊക്കെ PSC എത്രയോ നാളുകൊണ്ട് ചോദിക്കുന്ന അതേ ഏരിയാസിൽ നിന്ന് തന്നെയാണ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ നോക്കാത്തത് കൊണ്ടും ഈ NCERT പഠിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം, ഏതൊക്കെയാണ് NCERT ടോപ്പിക്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഡെയിലി ടൈം ടേബിൾ അത് കൃത്യമായിട്ട് പഠിക്കാവുന്നവർ മാത്രമേ ജോയിൻ ചെയ്യാവൂ. മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും PYക്കും NCERT ഗ്ലോസറിയും എല്ലാം നമ്മൾ അതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നിട്ടുണ്ടായിരിക്കും. ഇത് 185 മാത്സ് വെച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും ഇതിനകത്തൂടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ലൈവ് സെഷൻസ് 7 മണി മുതൽ 7:45 വരെ ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ബാക്കിയുള്ള ടോപ്പിക്സിൻ്റെതെല്ലാം റെക്കോർഡ് സെഷൻസും ഉണ്ട്. ആ റെക്കോർഡ് സെഷൻസും കൃത്യമായിട്ട് PDF അതിന്റെ വീഡിയോസും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പം ഇനി അത്യാവശ്യം 35-നും 40-നും ഇടയിലൊക്കെ ഉള്ളവർ സ്വന്തമായിട്ടെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. എല്ലാം കൂടെ ലാസ്റ്റ് മൊമെന്റിലേക്ക് നിങ്ങൾക്ക് പറ്റത്തില്ല. സെക്രട്ടേറിയറ്റ് OAക്കും പലർക്കും ഇതുപോലത്തെ ഇത് വന്നിട്ടുണ്ട്. ആകെപ്പാടെ 41 മാർക്കിൻ്റെത് മാത്രമേ 41 ദിവസത്തെ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ടൈം ലാസ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇന്നത്തെ എക്സാം ടൈറ്റ് ആണെങ്കിലും അവർക്ക് എന്ത് കിട്ടും, കുറച്ചുകൂടെ മാർക്ക് ടൈറ്റ് ഇതായതുകൊണ്ട് മോഡറേഷൻസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെസ്പായിട്ടിരിക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി രക്ഷപ്പെടും. ആ ഒരു ബോധത്തിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.